അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين. ബഹുമാന്യനായ അധ്യക്ഷൻ, വിസ്ഡം യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ജനറൽ സെക്രട്ടറി സജ്ജാദ്, ഈ ഡയലോഗിൻ്റെ ചർച്ചകൾ നയിക്കുന്ന അഭിമന്യരായ പണ്ഡിത സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, സംഘാടകരെ, ശ്രോതാക്കളായി വന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിനെ പറ്റി തന്നെ അള്ളാഹു പറഞ്ഞത് ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഈ ഗ്രന്ഥത്തിൽ സംശയിക്കേണ്ട ഒരവസ്ഥയും വരികയില്ല. ഇതൊരു അവകാശവാദം മാത്രമല്ല, പഠിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കാൻ തയ്യാറാവുകയും ചെയ്യുകയാണെങ്കിൽ മനുഷ്യൻ്റെ നിഖില മേഖലകളെയും സ്പർശിക്കുന്ന ഉപദേശങ്ങളും കർശനമായ നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും അടങ്ങുന്ന ഈ പരിശുദ്ധ ഖുർആൻ, അതിലാർക്കും സംശയം വേണ്ടി വരില്ല. സംശയിക്കേണ്ട തരത്തിലുള്ള ഒരു സാഹചര്യവും അതിൻ്റെ അവതരണത്തിലോ അതിൻ്റെ പ്രമേയങ്ങളിലോ മനുഷ്യനെ ഇതിവൃത്തമാക്കിക്കൊണ്ട് ഖുർആൻ വിവരിക്കുന്ന സന്ദേശങ്ങളിലോ ഇല്ല. പക്ഷേ ആ ഇല്ല എന്ന് ആർക്കറിയും? ആരാണതില്ല അങ്ങനെ സംശയിക്കേണ്ടതില്ല? അത്രമാത്രം വ്യക്തമാണ് ഖുർആൻ ഞങ്ങളുടെ മാർഗദർശനമാണ് എന്ന് ആരാണ് അത് സമ്മതിക്കുക? അത് ഖുർആൻ പറയുന്നത് ഹുദൻ ലിൽ മുത്തഖീൻ. അത് സംശയിക്കേണ്ടതില്ലാതെ അത് സ്വീകരിക്കുന്ന ആളുകൾ മുത്തഖീങ്ങളാണ്. വെറും ഒരു ഹാവഭാവങ്ങളായി തഖ്വയുടെ വേഷം ധരിച്ചവരെ പറ്റിയല്ല അള്ളാഹു ഈ പറയുന്നത്. നേരെ മറിച്ച് അള്ളാഹുവിനെ അറിയാൻ, സ്വന്തത്തെ അറിയാൻ, ഈ പ്രപഞ്ചത്തെ അറിയാൻ, യാഥാർത്ഥ്യങ്ങളെ മുൻധാരണകളില്ലാതെ മനസ്സിലാക്കാൻ മനുഷ്യൻ അള്ളാഹു നൽകിയ ഈ ബുദ്ധിയെ നേരെ ചൊവ്വയെ ചിന്തിക്കാനും പഠിക്കാനും തയ്യാറുള്ള, അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറുള്ള ആളുകൾക്കാണ് ഖുർആൻ മാർഗദർശനമാകുക. അതായത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂന സ്സലാ. എല്ലാം ഞാൻ കണ്ടാലേ ഇനി ഞാൻ മനസ്സിലാക്കൂ, ഞാൻ തൊട്ടാലേ ഞാൻ അനുഭവിച്ചാലേ, നേരിട്ടനുഭവിച്ചാലേ ഞാൻ സമ്മതിക്കൂ എന്ന് പറയാത്ത, മനുഷ്യബുദ്ധി പരിമിതമാണെന്നും എൻ്റെ മുമ്പിലുള്ള വസ്തുക്കളെപ്പോലും എനിക്ക് തിരിച്ചറിയുന്ന വിഷയത്തിൽ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പരിമിതികളുണ്ടെന്നും അതുകൊണ്ട് അദൃശ്യമായതെല്ലാം ഇല്ലാത്തതാണെന്നോ അല്ലെങ്കിൽ നിഷേധിക്കപ്പെടേണ്ടതാണെന്നോ ഉള്ള ചിന്തയില്ലാതെ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഗൈബിൽ വിശ്വസിക്കുന്ന അദൃശ്യകാര്യങ്ങളിൽ അതൊന്നും അന്ധമായിട്ടല്ല, ന്യായത്തിൻ്റെയും തെളിവിൻ്റെയും ബുദ്ധിപരമായ വിശകലനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഗൈബിൽ വിശ്വസിക്കുന്ന വയുഖീമൂന സ്വലാത്ത, ആ വിശ്വാസമനുസരിച്ച് പ്രാർത്ഥനകളും അള്ളാഹു കൽപ്പിച്ച ആ ആരാധനാമുറകൾ, നമസ്കാരമടക്കമുള്ള ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്ന ആ ഒരു വിഭാഗത്തിന് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ സത്യസന്ധമായി ചിന്തിക്കുകയും സത്യസന്ധമായി ജീവിക്കുകയും സത്യസന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന
ലിൽ മുത്തഖീൻ, ആ മുത്തഖീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഖുർആൻ ഒരിക്കലും സംശയിക്കാതിരിക്കത്തക്കവണ്ണമുള്ള വ്യക്തമായ തെളിവാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചത്. എന്നാൽ ഈ ഒരു സംശയമില്ലാത്ത തഖ്വ, അല്ലെങ്കിൽ ആ ഒരു സാദാസീതമായ ആ ഒരു ചിന്ത ബുദ്ധി കൊണ്ടോ തർക്കിച്ചുകൊണ്ടോ കിട്ടുന്നതല്ല. ആരെങ്കിലും തർക്കിച്ചിട്ടും ആരുമായും സംവരിച്ച് മൽപ്പിടുത്തത്തിൽ ജയിച്ചിട്ടോ അല്ലെങ്കിൽ ബുദ്ധിപരമായ പരിമിതമായ അറിവുകൾ കൊണ്ടോ മാത്രം കിട്ടുന്നതല്ല. നേരെ മറിച്ച് മനുഷ്യൻ യാഥാർത്ഥ്യങ്ങൾ അറിയാൻ ഖുർആൻ അത് മനുഷ്യൻ്റെ മനസ്സിൽ ഖുർആൻ തന്നെ സൂചിപ്പിച്ച പോലെ മനുഷ്യൻ്റെ മനസ്സിൽ ഒരു വെളിച്ചം വേണം. മാതാപിതാക്കളെ ആദരിക്കാൻ ഡിഗ്രി കൊണ്ട് സാധിക്കുകയില്ല. എൻ്റെ ഉമ്മയാണ് ഉപ്പയാണെന്നറിയാൻ എനിക്ക് എൻ്റെ മനസ്സിൽ സന്മാർഗത്തിൻ്റെ വെളിച്ചം വേണം. ഭാര്യയെയും പെങ്ങളെയും ഉമ്മയെയും എല്ലാം പെണ്ണുങ്ങളായിരുന്നാലും അവരെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ മനസ്സിൻ്റെ ഉള്ളിൽ വെളിച്ചം വേണം. കട്ടതും കവർന്നതും അതല്ല, അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തും വേർതിരിച്ചു മനസ്സിലാക്കി കട്ടതെനിക്ക് പറ്റില്ല, അധ്വാനിച്ചതേ പറ്റൂ എന്ന് ചിന്തിക്കാൻ ഒരു നല്ല മനസ്സ് വേണം. ആ നൂർ ഖദ് ജാഅക്കും മിനല്ലാഹി നൂറും കിതാബും മുബീൻ, അള്ളാഹുവിങ്കൽ നിന്ന് നിങ്ങൾക്ക് വെളിച്ചം വന്നിരിക്കുന്നു. ആ ഒരു വെളിച്ചം മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കാനുള്ള എളിയ ശ്രമമാണ് സഹോദരന്മാരെ, സഹോദരികളെ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മനുഷ്യ സമൂഹമേ, നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഒരു വെളിച്ചമാണ്. ഒരു യാഥാർത്ഥ്യത്തെ തർക്കിച്ചിട്ടോ പരാജയപ്പെടുത്തിയിട്ടോ സ്ഥാപിക്കാൻ കഴിയുമെന്നുള്ള ഒരു വ്യാമോഹം നമുക്കില്ല. തർക്കിച്ച് പരാജയപ്പെട്ടതിൻ്റെ ശേഷം സമ്മതിപ്പിക്കുന്ന ഒരു മതവുമല്ല ഈ ഇസ്ലാം മതം, ഖുർആൻ പഠിപ്പിക്കുന്ന മതം എന്ന് പറയുന്നത്. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഇത് വെളിച്ചമാണ്, ഇത് സന്ദേശമാണ്, ഇത് സുതാര്യമാണ്. ആർക്ക് വേണമെങ്കിലും വിശ്വസിക്കാം, ആർക്കുമാണെങ്കിലും തള്ളിക്കളയാം. ലാ ഇക്റാഹ ഫിദ്ദീൻ. ഈ ദീനിൻ്റെ കാര്യത്തിൽ ആരെയും നിർബന്ധിക്കുന്ന അവസ്ഥയില്ല. ലോകത്ത് ഒരുപാട് ഗ്രന്ഥങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. പലതരത്തിലുള്ള സാഹിത്യരചനകളും കവിതകളുണ്ട്, ആഖ്യാനങ്ങളുണ്ട്, നോവലുകളുണ്ട്, പലതരത്തിലും സാഹിത്യങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി 23 കൊല്ലം കൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിക്കൊടുക്കുകയും അതൊരു ഗ്രന്ഥകാരൻ എഴുതിയുണ്ടാക്കുന്നത് പോലെയല്ലാതെ അതത് സന്ദർഭങ്ങളിൽ സാന്ദർഭികമായി ഇറക്കിക്കൊടുക്കുകയും ആ ഇറക്കിക്കൊടുക്കുന്ന ഓരോ വചനത്തിനുമനുസരിച്ച് ഒരു സമൂഹം ഉയർന്നു വരികയും ചെയ്തു. ലോക ചരിത്രത്തിൽ 23 കൊല്ലം കൊണ്ട് ഒരു സമൂഹത്തിനെ, ലോകത്തിന് തന്നെ ഇത്രയധികം മാതൃക കാണിക്കാനും ഒരു 4 നൂറ്റാണ്ടിൽ താഴെയുള്ള കാലം കൊണ്ട് ലോകത്തിനെ സമ്മതിപ്പിക്കുന്ന പേർഷ്യ, റോമൻ പുരാതന സാമ്രാജ്യങ്ങളെയും സംസ്കാരങ്ങളെയും അവരുടെ മനീഷികളെയും അവിടെ ഉണ്ടായിരുന്ന ആദർശങ്ങളെയും വിശ്വാസങ്ങളെയും മൂല്യ കാര്യങ്ങളെയുമെല്ലാം ഇത്രയധികം കൃത്യമായി വെല്ലുവിളിച്ചുകൊണ്ട് ഇത്ര കുറഞ്ഞ ഒരു കാലഘട്ടം കൊണ്ട് അവരെയൊക്കെ സമ്മതിപ്പിച്ച് ഖുർആനിനെ ലോകത്തിൻ്റെ ഒരു ശാശ്വതമായ മാനവിക ദർശനമാക്കി മാറ്റിയത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഏതെങ്കിലും മിറാക്കൾ കൊണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ഇത് സത്യമാണ് എന്ന് മനുഷ്യൻ്റെ മനസ്സിലേക്ക് ബോധ്യമായി. എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും ഈ സത്യം അവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടപ്പോൾ അത് ജനങ്ങൾ അംഗീകരിച്ചു, ആരെയും അംഗീകരിപ്പിച്ചതല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം ഒന്നാമതായി ഖുർആനിൻ്റെ അനുയായികൾ മനസ്സിലാക്കേണ്ടത്, ഒരു പരിധിവരെ ഖുർആനിനെ തെറ്റിദ്ധരിക്കാനുള്ള കാരണം, ഖുർആനിൻ്റെ നിയമ കാര്യങ്ങളിൽ അത് തെറ്റാണെന്ന് പറയാനുള്ള ഇടം കൊടുക്കുന്നത് നമ്മുടെ ജീവിതം കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ഖുർആനിനെ നാം ജീവിതവൽക്കരിച്ചില്ല എന്നതുകൊണ്ടാണ്. ഒന്നാമതായി ഖുർആൻ അവതരിപ്പിക്കുന്നത് വായിക്കുക, ഇഖ്റ എന്ന വചനം കൊണ്ടാണ്. അതുകൊണ്ട് നാം വായിക്കുക. എല്ലാവരോടും ഒന്നാമതായി ഖുർആനിൻ്റെ അനുയായികൾ വായിക്കുക. ലോകം വായിക്കട്ടെ. ലോകം വായിച്ചപ്പോൾ ഖുർആനിനെ ആരും ധിക്കരിച്ചിട്ടില്ല. ലോകത്തിൻ്റെ ഒരുപാട് ബുദ്ധിജീവികൾ ഖുർആൻ ഒരു വിമർശനത്തിന് വേണ്ടിയെങ്കിലും വായിച്ചു നോക്കിയപ്പോൾ അത് അംഗീകരിച്ചതായിട്ടാണ് ചരിത്രം. അതുകൊണ്ട് തന്നെ ഇഖ്റ, വായിച്ച് പഠിക്കുക എന്ന ആശയ സംഗ്രഹങ്ങളുണ്ടാക്കി വായിച്ച്
കേവലം പാരായണം ചെയ്ത് ഒതുക്കാനുള്ളതല്ല, നേരെ മറിച്ച് വായിച്ച് പഠിച്ച് മനനം ചെയ്ത് ജീവിതത്തിൽ പകർത്താനുള്ളതാണ് ഖുർആൻ. ആ ഖുർആനിനെ നാം ഉൾക്കൊള്ളുക. ഖുർആൻ കണ്ടിട്ടും അത് വായിച്ചിട്ടും അത് ജീവിതത്തിലെ ഉൾക്കൊള്ളാൻ തയ്യാറില്ലാതെ, അത് ജീവിതത്തിനെ സ്വാംശീകരിക്കാൻ തയ്യാറില്ലാത്ത ആളുകളെ, ഖുർആനിൻ്റെ അനുയായികളെ ഖുർആൻ കഴുത എന്ന് പറഞ്ഞ് ചീത്ത വിളിച്ചതായി ഖുർആനിൽ തന്നെ കാണാം. ഫമാലഹും അനിത്തദിക്കറത്തി മുഅ്രിളീൻ കഅന്നഹും ഹുമുറും മുസ്തംഫിറ ഫറത്ത് മിൻ ഖസ്വറ. സിംഹത്തെ കണ്ട് വിരളി പിടിച്ചോടുന്ന കഴുതകളെപ്പോലെ ഈ ഖുർആനിൻ്റെ ഉത്ബോധനത്തിൽ നിന്നെന്തേ അവർ മാറിക്കളയുന്നു എന്ന്. ആ ഒരു ജീവിയുടെ സ്വഭാവത്തിലേക്ക് എത്താതിരിക്കണമെങ്കിൽ ഖുർആനിൻ്റെ അനുയായികളാണ് ഞങ്ങളെന്ന ആ ഒരു വൈകാരികമായ സമീപനമല്ല നമ്മുടെ ജീവിതത്തിലേക്ക് ഖുർആനിൻ്റെ തെളിമയായ ആദർശം കാണട്ടെ. നമ്മുടെ ഭാര്യ കാണട്ടെ, നമ്മുടെ മക്കൾ കാണട്ടെ, നമ്മുടെ അയൽപക്കക്കാർ കാണട്ടെ, ഈ സമൂഹം കാണട്ടെ. അങ്ങനെ ഖുർആനിനെ ഉൾക്കൊള്ളുകയും ഖുർആൻ ഉൾക്കൊണ്ടിട്ടും അത് സ്വീകരിക്കാൻ തയ്യാറില്ലാതെ ഭൗതികമായ താല്പര്യങ്ങൾക്കും താൽക്കാലികമായ ലാഭങ്ങൾക്കും വേണ്ടി ഖുർആനിനെ തള്ളിക്കളഞ്ഞ് മറ്റുള്ള പ്രത്യയശാസ്ത്രങ്ങളുടെ പിന്നാലെ പോകുന്നവരെ കെൽബ് എന്നാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത് സൂറത്തുൽ അഅ്റാഫിൽ. അങ്ങനെ അറിഞ്ഞിട്ടും അറിയാതെ കുരച്ചു നടക്കുന്ന കെൽബുകളായി മാറാതിരിക്കാനും, അറിഞ്ഞിട്ടും അത് ഉൾക്കൊള്ളാൻ തയ്യാറില്ലാതെ വെറും ഒരു ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളായി തീരാതിരിക്കാനും നാം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഖുർആൻ വായിക്കുക, പഠിക്കുക. ഇതാരോടും തർക്കിക്കാനുള്ളതല്ല, തർക്കിച്ച് ജയിച്ചു പോകാനുമുള്ളതല്ല. ഈ സന്ദേശം ഖുർആനിൻ്റെ അനുയായികൾക്ക് എത്തിക്കാൻ, ഖുർആനിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ അതിൻ്റെ അനുയായികൾക്കും ലോകത്ത് ചിന്തിക്കുന്ന നേരെ ചൊവ്വെ ചിന്തിക്കുന്നവർക്കും എത്തിക്കാനുള്ളതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ഒരു പഠന പരിപാടി, ഈ ഒരു ഡയലോഗ്, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.